കൊച്ചിയിലെ തിക്കും തിരക്കും നിറങ്ങിയ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു ഇത്തിരി നേരം പ്രകൃതിയോട് ചേർന്ന് ആ പച്ചപ്പും മനോഹാരിതയും ആസ്വദിച്ച് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അതിലൊരാളായി മാറുകയാണ് ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം. വെൽക്കം ബാക്ക് ടു അവർ അനദർ വ്ളോഗ്. ഒരു കടമക്കുടി യാത്ര. കടമക്കുടി മച്ചാൻ്റെ ബോട്ട് ടൂറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ 8 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു സ്പീഡ് ബോട്ടും 12 മുതൽ 15 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടുമാണ് സർവീസ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് മച്ചാനോട് തന്നെ ചോദിക്കാം. ഞാൻ ചോദിക്കാൻ ഇപ്പോൾ പുറമെന്ന് ഒരാൾ വരികയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബ്രോനെ സജസ്റ്റ് ചെയ്തു ഈ ഒരു കടമക്കുടി മച്ചാൻ എന്നുള്ള അക്കൗണ്ട് ഞാൻ ഒരാൾക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അയാൾ ഇതുവരെ ഈ ഒരു ബോട്ട് സർവീസിന് വേണ്ടി വരികയാണ്. അപ്പോൾ ഈ തപ്പലും തടയിലൊന്നും ഇല്ലാണ്ട് എങ്ങനെയായിരിക്കും, അതായത് ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നു, ഇവിടുന്നാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടുന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകും, അങ്ങനെ ഒരു ഷോർട്ടായിട്ടൊരു കാര്യം പറഞ്ഞുതരാൻ പറ്റും? തീർച്ചയായിട്ടും. നമ്മുടെ ബോട്ടിനായം തന്നെ കാണിച്ചേക്കട്ടെ. നമ്മുടെ ഇതാണ് കടമക്കുടി വെച്ചാണെന്നുള്ള ബോട്ട്. അതാണ് നമ്മുടെ ബോട്ട്. ഓക്കെ, ഇപ്പോഴത്തെ നടക്കുന്ന സ്പീഡ് ബോട്ട് അത് 8 പേരുടെ, മറ്റേത് 15 പേരുടെയാണ് വലുത്. അപ്പോൾ നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 hour ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നേരെ എടുത്തിട്ട് നേരെ ടൊഡി ഷോപ്പാണ്. ടൊഡി ഷോപ്പിൽ നമുക്കൊരു 10 മിനിറ്റ് ഡ്രോപ്പ് ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങൾക്ക് കറിയും ഫുഡൊക്കെ ആയിട്ട് ഇതിനകത്തിരുന്ന് കഴിക്കാം. അപ്പോൾ അധികം ടൈം സ്പെൻഡ് ആവുന്നില്ല ഷാപ്പിന്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ ഷാപ്പിന്റെ അകത്തിരുന്ന് കഴിക്കുന്നതിന് പകരം ഇതിന്റെ അകത്തിരുന്ന് ഫുഡ് കഴിക്കാം. ആ കഴിക്കുന്ന നേരം കൊണ്ട് നമ്മൾ ലൊക്കേഷൻസ് കവർ ആവും. ഇപ്പൊ നമ്മൾ വീരമ്പുഴ പോയിട്ട് 1 hour ആണെങ്കിൽ നമ്മൾ വീരമ്പുഴ, കടമക്കുടി, 3 ദ്വീപുകൾ, പിഴല, കടമക്കുടി. ഈ വീരമ്പുഴ എന്ന് പറഞ്ഞൊരു ദ്വീപാണ്? ഇല്ല, വീരമ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ദ്വീപും കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ പുഴയാണ്. അതിന്റെ അവിടുന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ആർക്കൽ പോകും. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ്സ് ഓടിച്ചു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അവിടെ എത്തും. ഫോർട്ട് കൊച്ചി ഏകദേശം ഒരു 45-50 മിനിറ്റ്സ് ഓടിച്ചു കഴിഞ്ഞാൽ 1 hour ട്രിപ്പിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഷാപ്പിന്റെ ഒരു 10 മിനിറ്റ് ഡ്രോപ്പ്, കറിയും കാര്യങ്ങളും വാങ്ങി ബോട്ടിലിരുന്ന് കഴിക്കേണ്ട രീതിയിൽ നേരെ പിഴല, കടമക്കുടി, വീരമ്പുഴ കറക്കി റിട്ടേൺ തിരിച്ചു വരും. അപ്പോൾ മൊത്തം 3 ഐലൻഡാണ്. അതെ, കറങ്ങുക, എന്നിട്ട് ഇവിടെ തിരിച്ചു വരും. പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 2 hours ആണ്. അതാകുമ്പോഴേക്കും നമ്മൾ കടമക്കുടി, വരാപ്പുഴ ഇത് മൊത്തം നമ്മൾ ചുറ്റി കാണിക്കും. അത് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടും, പക്ഷെ അതൊന്നും പ്രശ്നമുള്ള കേസല്ല. നമ്മൾ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2500 ആണ്. ഒരാൾക്കാണെങ്കിലും നമ്മുടെ 15 പേരാണെങ്കിലും നമ്മൾ ചാർജ് ചെയ്യുന്നത് ഈ സെയിം റേറ്റ് ആണ്, 2500 ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ മീതെ നമ്മളൊരു കയാക്കിങ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ തുഴയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പുറത്ത് ചാർജ് 500 ആണ്. പക്ഷെ നമ്മൾ ഇതാണെങ്കിൽ ഒരു 200 റുപ്പീസിന് നമ്മൾ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് തുഴയാൻ വേണ്ടി. അതായത് കയാക്കിങ് ഇപ്പോൾ ഒരു 500 രൂപ കൊടുത്തിട്ട് തുഴഞ്ഞ് വെറുതെ ആ ആഗ്രഹം നടത്തണമെങ്കിൽ നമ്മൾ ഗസ്റ്റിന് വേണ്ടി ഇറക്കി കൊടുക്കും. അങ്ങനെ കവുങ്ങിന്റെ പാലം കടന്ന് നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. കടമക്കുടി മച്ചാന്റെ ബോട്ടും വീടും പരിസരമൊക്കെയാണിത്. ഹേ ഗൈസ്, നമ്മുടെ ഈ ബോട്ടിന്റെ ഒരു കടമക്കുടി മച്ചാനെന്നാണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ബോട്ട് കാണുന്ന പോലെ തന്നെ കിടിലൻ വൈബാണ്. പിന്നെ വേറൊരു അടിപൊളി കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ ഒരു വൈബ്. ഓളപ്പരപ്പിലൂടെ ഒരു ലൈറ്റ് മഴയത്ത് പാട്ടൊക്കെ ഇട്ട് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് വളരെ കിടിലാണ്. നമ്മൾ പോകുന്ന വഴിയുടെ 2 സൈഡിലും ആൾതാമസമുള്ള തുരുത്തുകളാണ് കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ കുറേ റിസോർട്ടുകൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ചരിയം തുരുത്ത് എന്ന് പറഞ്ഞൊരു തുരുത്താണ്. അതുപോലെ തന്നെ നമ്മളെ ബോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ചേന്നൂർ എന്ന് പറഞ്ഞൊരു തുരുത്താണ്. ഈ 2 തുരുത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻ പിടിക്കാൻ യൂസ് ചെയ്യുന്ന ചീനവല അഥവാ ചൈനീസ് നെറ്റ് ഇത്ര ക്ലോസ് ആയിട്ട് ഞങ്ങൾ ആദ്യമാണ് കാണുന്നത്. ഞങ്ങൾ ഇൻട്രസ്റ്റ് കണ്ടിട്ട് മച്ചാൻ നേരെ ചൈനീസ് നെറ്റിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ചൈനീസ് നെറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്ന കൂടെ ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ അറിയാൻ പറ്റി. ഒരു ബൈക്കിൻ്റെ ബാക്ക് ടയർ ഊരിക്കളഞ്ഞ് അതിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആക്സലറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മീൻ വല പൊങ്ങുകയും താഴെയാണ് ചെയ്യുന്നത്. ബ്രേക്ക് വിടുമ്പോൾ അത് താഴത്തോട്ട് വരികയും ചെയ്യും. യാത്രയിലുടനീളം നമുക്ക് ചൈനീസ് നെറ്റ്സ് ഒരുപാട് കാണാൻ പറ്റി. ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഓരോ ചൈനീസ് നെറ്റ് എന്നുള്ള രീതിയിലൊക്കെ പല സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതുപോലെ കടമക്കുടി ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഐലൻഡുകളുടെ ഒരു ക്ലസ്റ്ററാണ്. അതിൽ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് 2 ഐലൻഡ്സാണ്. ഒന്ന് ചേന്നൂരും ഒന്ന് ചരിയന്തുരുത്തും. ഇനിയും
12 ഐലൻഡ്സ് ഉണ്ട്, പക്ഷെ അത് മൊത്തം നമ്മൾ കവർ ചെയ്യുന്നില്ല. ഒരു തുരുത്തിൽ നിന്ന് മറ്റൊരു തുരുത്തിലേക്ക് തോണി വഴി ആളുകൾ യാത്ര ചെയ്യുന്നത് കണ്ടു. പണ്ട് ഐലൻഡ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ പാലങ്ങളില്ലായിരുന്നുകൊണ്ട് ഇവിടെ ആരെങ്കിലും വന്നാൽ കടന്നാൽ കുടുങ്ങി എന്നൊരു പ്രയോഗത്തിൽ നിന്നാണ് കടമക്കുടി രൂപപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. മറ്റ് പല കഥകളും ഈ പേരിന് പിന്നിലുണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വീടിൻ്റെ മുന്നിലും ഓരോ ചൈനീസ് നെറ്റ് എന്നുള്ള രീതിക്ക് കണ്ടത് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റി. ഞങ്ങൾ കുറച്ചും കൂടെ ക്യൂരിയസ് ആയതുകൊണ്ട് നമ്മുടെ കടമക്കുടി മച്ചാൻ ആ ഒരു ഫിഷ് നെറ്റിൻ്റെ അടുത്ത് പോയി നിന്ന് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എങ്ങനെയാണ് അതിൽ മീൻ കയറുന്നതെന്നും അതുപോലെ അതിൻ്റെ ഒറിജിനൽ പ്രവർത്തനം എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ അറിയാനായിട്ട് കഴിഞ്ഞു. ബോട്ടിൽ നമ്മളിങ്ങനെ ഈ ഒരു ബാക്ക് വാട്ടേഴ്സിൻ്റെ ഇടയിലൂടെ പോകുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പല പല വീടുകളും അതുപോലെ തന്നെ തുരുത്തുകൾ, പിന്നെ ചൈനീസ് നെറ്റ്സ്, ഒരുപാട് പക്ഷികൾ, അങ്ങനെ ഈ ഒരു ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ വളരെ ഗംഭീരമാണ്. നമ്മുടെ ബോട്ടിൻ്റെ ഓണറായിട്ടുള്ള കടമക്കുടി മച്ചാൻ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇത് പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചർച്ചാണ്. അങ്ങനെ ഞങ്ങൾ മച്ചാനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ബോട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഇതിന്റെ വെറുതെ കടമക്കുടി എന്നുള്ള പേരൊക്കെ എങ്ങനെയാ വന്നതെന്നൊക്കെ കുടുങ്ങിയെന്നാണ് ആക്ച്വലി അതാണ് സംഭവം. പക്ഷെ അത് പറഞ്ഞു പറഞ്ഞ് കടമക്കുടിയായി പറയപ്പെടുന്നത്. ഞാനത് 2-3 സ്ഥലത്ത് ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു, സൈക്ലിസ്റ്റ് ഉണ്ട് അവിടെ. അയാൾ ബ്ലോഗിൽ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കടൽ മുക്കുവൻ കുടി, അതായത് കടലിന്റെ സെറ്റിൽമെന്റിൽ മുക്കുവന്മാർ വന്ന് ഫിഷർമെൻസ് താമസിച്ചിരുന്നതായിട്ടാണ് കടമക്കുടിയായിട്ട് മാറിയെന്ന്. അതിന്റെ 3ാമത്തെ പേരിൽ ഈ ബ്രോ പറഞ്ഞ കടന്നാൽ കുടുങ്ങി പണ്ട് റോഡൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അതിനുശേഷമാണ് കടമക്കുടിയായി മാറിയെന്ന് പറയുന്നത്. അങ്ങനെ പറയപ്പെടുന്നത് അറിയില്ല. വേറൊരു കേസും കൂടെ വായിച്ചു. അങ്ങനെ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ കടമക്കുടി എന്നാണല്ലോ. കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി എന്നൊക്കെ പറയണം. കുടി എന്ന് പറഞ്ഞാൽ സാധാ കുടി, അതായത് കുടിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അത് പുതിയ അറിവാണ്. അത് അങ്ങനെ വായിച്ചു. ഞാനത് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതല്ലേ, ഏതോ ആർക്കൈവ്സ് എന്നൊക്കെ തപ്പിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സാധനം ഞാൻ വരുന്ന വഹിക്കുന്നത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എവിടെയാണെങ്കിലും. അപ്പോൾ അങ്ങനെ നോക്കിയതാണ്. നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള കടമക്കുടിയിലെ ടൊഡി ഷാപ്പ്, കള്ള് ഷോപ്പിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അത്യാവശ്യം ക്രൗഡറായിരുന്നു ഈ ഒരു സമയത്തും ഇതിൻ്റെ ഉള്ളിൽ. കാരണം നമ്മൾ ഷാപ്പിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ ഷാപ്പിലെ വിഭവങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ചേട്ടി ഇത് നടന്ന് ഇത് പോർക്ക് റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, താറാവ് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, കേരക്കറി, തലയുണ്ട്, പീസുണ്ട്, കപ്പ, കൊഴുവ, മീൻ പൊരിച്ചത് വേറെയുണ്ട്, പൊരിച്ചോണ്ടിരിക്കും. അപ്പം ഞങ്ങൾ ഷാപ്പിൽ നിന്ന് ഓർഡർ ചെയ്തത് ചെമ്മീൻ റോസ്റ്റും പൊറോട്ടയും പിന്നെ ഒരു ബീഫ് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. നമുക്ക് മച്ചാൻ്റെ ബോട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം, കാഴ്ചകൾ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടെ നമ്മുടെ കടമക്കുടി മച്ചാൻ്റെ ഈ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും പൊറോട്ടയും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണിത്. അത് നമ്മൾ കടമക്കുടി മച്ചാൻ്റെ ബോട്ടിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മുടെ കടമക്കുടി കള്ള് ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊറോട്ട, അതുപോലെ ചെമ്മീൻ റോസ്റ്റും അതുപോലെ ബീഫ് റോസ്റ്റുമാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയോളാം. നമ്മളൊരു പൊറോട്ട എടുത്തിട്ട് സൂപ്പറാണോ? അപ്പോൾ നമ്മളൊരു മിനറൽ വാട്ടർ, 3 പൊറോട്ട, ഒരു ചെമ്മീൻ റോസ്റ്റ്, എൻ്റെ പൊറോട്ട ഇതിലുണ്ട്, പിന്നെ ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ ഇതിന് എല്ലാം കൂടെ ഏത് 330 രൂപയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി നാടൻ ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു. അപ്പോൾ എങ്ങനെയുണ്ട് പൊറോട്ടയും ബീഫും? അടിപൊളിയാണോ? പൊറോട്ട നോക്കണം. ചെമ്മീൻ ഇഷ്ടമല്ലേ? നമ്മൾ ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴേ മഴ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇനിയുള്ള യാത്ര ഈ മഴയത്തായിരിക്കും. ഷാപ്പിലെ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഷാപ്പിൻ്റെ ആ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് കടമക്കുടി മച്ചാൻ 2 റെയിൻകോട്ടൊക്കെ തന്നു. ആ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇനി നമ്മുടെ യാത്ര. പോകുന്ന വഴിക്ക് ഒരുപാട് വാട്ടർ മെട്രോ സ്റ്റേഷൻസ് കാണാൻ പറ്റി. ഈ കാണുന്നത് പാലിയം തുരുത്ത് എന്ന് പറയുന്നൊരു വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ കടമക്കുടി വാട്ടർ മെട്രോ സ്റ്റേഷൻ ഉള്ളത്.
ഒരുപാട് വാട്ടർ മെട്രോ സ്റ്റേഷൻസ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് സൗത്ത് ചിറ്റൂർ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനാണ്. ഒരുപാട് മെട്രോ സ്റ്റേഷൻസ് കടമുകുടി ഐലൻഡ്സിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കടന്നാൽ കുടുങ്ങി എന്നുള്ള ആ ഒരു പേര് ഇനി കടമക്കുടിക്ക് ഒരിക്കലും ചേരാൻ പോകുന്നില്ല. ഐലൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്തും കൊണ്ട് ഒരുപാട് പാലങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പിഴല ബ്രിഡ്ജാണ്. കണ്ടെയ്നർ റോഡിനെ പിഴല ഐലൻഡുമായി കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണിത്. ഇത് കൂടാതെ തന്നെ ഒരുപാട് ബ്രിഡ്ജുകൾ ഇപ്പോൾ ഐലൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇനി മുതൽ ഇത് ഒരു കടന്നാക്കുടുങ്ങി എന്നൊരു സ്ഥലമല്ല, ഇതൊരു കടമക്കുടി ഐലൻഡാണ്. അങ്ങനെ നമ്മൾ 3 ഐലൻഡ്സിനെയും ചുറ്റി നമ്മൾ യാത്ര തിരിക്കുകയാണ്. തിരിച്ച് നമ്മുടെ കടമക്കുടി മച്ചാൻ്റെ പിക്കപ്പ് സ്പോട്ടിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചപ്പോൾ കടമക്കുടി മച്ചാൻ അത് സമ്മതിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ മീതെ വലിഞ്ഞു കയറി കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്തതാണിത്. ഇവിടെ നിന്നിട്ട് ഈ ഒരു വ്യൂ ഇങ്ങനെ കാണാൻ വളരെ വളരെ രസകരമാണ്. അങ്ങനെ ഈ ഒരു ആംഗിളിൽ നിന്ന് ഞങ്ങൾ കുറേ ഷോട്ട്സ് കൊപ്പിയെടുത്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മഴയായിരുന്നു പുറത്ത്. ആ വെള്ളം കണ്ടാൽ തന്നെ അറിയാം, വെള്ളമെല്ലാം ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ മഴയത്ത് ഇങ്ങനൊരു ബോട്ടിൻ്റെ ആ ഫ്രണ്ടിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് വളരെ വളരെ അടിപൊളിയായിരുന്നു. കടമക്കുടിയുടെ ആ ഒരു ഒറിജിനൽ ബ്യൂട്ടി അത് നമുക്ക് ഈ ഒരു യാത്രയിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു 3 മണിക്കൂർ നമ്മളെല്ലാം മറന്ന് മഴയൊക്കെ കൊണ്ട് കംപ്ലീറ്റ്ലി ഒരു വൈബിൽ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു കടമക്കുടിയും അതുപോലെ കടമക്കുടി മച്ചാൻ്റെ ഈ ഒരു ബോട്ട് സർവീസും. കടമക്കുടിയിൽ ഒരുപാട് പാലങ്ങളും അതുപോലെ മെട്രോ സ്റ്റേഷൻസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് റിസോർട്ടുകളും തലയുയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് റിസോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ അതൊരിക്കലും ഒരു ലോക്കൽ ലൈഫിനെ ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇത് ജോൺസ് ഹെവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് റിസോർട്ടാണ്. ഇവിടെ സെലിബ്രിറ്റീസൊക്കെ വന്ന് താമസിക്കുകയും അതുപോലെ പല സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് കടമക്കുടിയിൽ നിന്ന് നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന പോക്കിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. മഴയൊന്നും വക വയ്ക്കാതെ 2 തോണിയിൽ 2 ആൾക്കാർ മീൻ പിടിക്കാനാണെന്ന് തോന്നുന്നു അങ്ങനെ ഇറങ്ങി തോണിയൊക്കെ തുഴഞ്ഞ് മഴയത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഇത് മറ്റൊരു റിസോർട്ടാണ്. അങ്ങനെ ഒരുപാട് റിസോർട്ടുകൾ ഇപ്പോൾ കടമക്കുടിയിൽ വന്നിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് പല പല രീതിയിലും പല പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റിസോർട്ടുകൾ കണ്ടു. അങ്ങനെ നമ്മളെ കാഴ്ചകളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്രയിൽ കണ്ട മറ്റൊരു റിസോർട്ടാണിത്. ഇതൊരു എ ഷേപ്ഡ് റിസോർട്ടാണ്. നമ്മുടെ ആൽഫബറ്റ് എ പോലെ തോന്നിക്കുന്ന ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചൊരു റിസോർട്ടാണിത്. അതുപോലെ എല്ലാ റിസോർട്ടുകളിലും കയാക്കിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റി എല്ലാവരും സജ്ജീകരിച്ച് കൊടുത്തിട്ടുണ്ട്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ പറയുന്ന പുഴയിലൂടെ തുഴഞ്ഞു നടക്കാനും അതുപോലെ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ട് എല്ലാ റിസോർട്ടിലും കയാക്കിംഗ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കടമക്കുടി മച്ചാൻ്റെ കയാക്കിങ്ങിന് മച്ചാൻ ആകെ ചാർജ് ചെയ്യുന്നത് 200 റുപ്പീസാണ്. ഇതൊരു കയാക്കിൻ്റെ ആ എക്യുപ്മെൻറ്റിൻ്റെ ഒരു കൂട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ആ പോകുന്ന കാഴ്ചയിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണിത്. ഒരു വീട് മാത്രമുള്ളൊരു ഐലൻഡ്. ഈ ഒരു ഐലൻഡിൽ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ. വളരെ റിമോട്ടായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ആരോ ആണ് തോന്നുന്നുണ്ട്. അങ്ങനെ 2 മണിക്കൂർ എല്ലാം മറന്നുകൊണ്ട് കടമക്കുടിയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ച് അതിൻ്റെ ബാക്ക് വാട്ടറിലൂടെ ഇങ്ങനൊരു യാത്ര നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. നിങ്ങൾക്കും ഇതുപോലൊരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കടമക്കുടി മച്ചാനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ചെക്ക് ദാറ്റ് ഔട്ട്. ഇതുപോലെയുള്ള വീഡിയോകളുമായി ഞങ്ങൾ ചിലപ്പോൾ വീണ്ടും വന്നേക്കാം. സോ അതുവരെ ബൈ ബൈ.